ഹലോ. അപ്പോഴേ ഇന്നെന്താ ഇവള് ചിക്കൻ റോസ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കണമെന്ന് ആരും പരാതിയും പരിഭവം പറയാൻ നിൽക്കുന്നുണ്ടാ. നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെ ഒന്നും ആയിരിക്കില്ല ഉണ്ടാക്കണേ, എന്തെങ്കിലും വെറൈറ്റിയും കൊണ്ടുവരോടോ ഞാൻ. അപ്പോൾ ഇന്നാ പിടിച്ചോ ഒരു അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പം നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ടാണ്, അവർക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് സബീനെ ചിക്കൻ റോസ്റ്റും അതേപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കച്ചമ്പറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുമോ ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിനെന്താ ഞാൻ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ദേ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് ചേച്ചി കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 7.25 കിലോ ചിക്കൻ ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രൈക്ക് എടുത്ത് മാറ്റണുണ്ട്. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈയുടെ വീഡിയോയും അതേപോലെ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ നടന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ന് കുറച്ച് ഊണിനും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നടക്കൂല. അങ്ങനെ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഫ്രൈക്കുള്ള മാറ്റി വെച്ചിട്ട് ആ റോസ്റ്റിനുള്ളതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, സബീനെ ചിക്കൻ റോസ്റ്റിനും എന്തിനായാലും എരിവ് കുറച്ച് മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ലേശം മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇവർക്ക് മാത്രമായിട്ടാണ് ഞാനൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ എരിവിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഈ വട്ടുംകറിലൊക്കെ കളയാൻ പോയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അതിൽ കിടക്കട്ടെ ഇടോ, അത് പൊരിച്ചെടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എടുത്തോളാം, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ പിന്നെ അതിൽ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പം നമ്മളുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇല്ലേ, നന്നായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഇട്ടാൽ മതി. അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മസാല ഈ ഒരു രീതിയിലാക്കണമെങ്കിലില്ലേ, ഇങ്ങനെ അടി പിടിക്കുകയോ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മസാല ആക്കുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇനി അതിൻ്റെ ഇടയിൽ ഞാനില്ലേ ഒരു 20ഓളം പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി അരച്ചെടുത്തിട്ട് വരാം. ഇത് ഇവിടെ അടുക്കളയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ചേച്ചി ചായ ഉണ്ടാകുമെന്ന് ചോദിച്ചു വന്നത്. പിന്നെ പുട്ടും മുട്ടക്കറിയും ചായയും വേണമെന്ന് പറഞ്ഞു. അതൊക്കെ കൊടുത്തു വന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എൻ്റെ അനിയത്തി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പം പണിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പുള്ള ചിക്കനൊക്കെ അതേ കോരി മാറ്റുന്നുണ്ട്. അനിയത്തിയും ചേട്ടനും ചേച്ചിയൊക്കെ ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ ചായ കൊടുക്കണതും സെർവ് ചെയ്യണതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയത്തിയും വന്ന് സെർവ് ചെയ്യാനായിട്ടൊക്കെ വരും. പിന്നെ ചായ ഞാൻ തന്നെ കൊടുക്കുള്ളൂ, കാരണം മിക്ക ആൾക്കാർക്കും എൻ്റെ ചായയാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയും ചേച്ചി എടുത്താൽ മതിയിട്ട് ചായ അനിയത്തിനെ കൊണ്ട് എടുപ്പിക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇയാൾ വിളിച്ചപ്പോൾ തന്നെ താൻ പോയി കൊടുത്തോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ചിക്കൻ വറുത്തോര എണ്ണയിലേക്ക് 2 കഷ്ണം പട്ടയും 2 ഏലക്കയും 1 സ്റ്റാറും 2 കരയാമ്പും ഇട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേച്ചി എന്ത് ചെയ്ത് 5-8 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് രക്ഷപ്പെട്ട് പെട്ടെന്ന് പണി തീർക്കാമെന്ന് ഓർത്ത് അത് ഇട്ട് അതിൻ്റെ പുറകെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ആരാണ്ടൊക്കെ പറയണേക്കാ സവാള പെട്ടെന്ന് വൈകിട്ടാണ് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ അതായിട്ട് തെറ്റിക്കണ്ടല്ലോ എന്നത് ഞാൻ ആ പാത പിന്തുടരാണ്. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് പിന്നെ അടി ചേർത്ത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മസാല അടിയിൽ കരിഞ്ഞും പിടിക്കും, മുകളിൽ സവാള വയൻ്റും കിട്ടൂല. അപ്പം അടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതേ രൂപത്തിലെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഈ ഒരു രീതിയിൽ വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മറ്റേ മല്ലിയിലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. കൈ കൊണ്ടൊന്നും വാരിയിടത് പോലെ പുകഞ്ഞ് പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയുണ്ട് വാരിയിട്ടത്. എനിക്ക് പറ്റൂല ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി പുകച്ച് കിടക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്ത് ഇത് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തോടണമെന്നില്ല കേട്ടോ. തക്കാളി ഈ ഒരു രൂപത്തിൽ തന്നെ കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടിയൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് ആ വീഡിയോ സ്കിപ്പായിപ്പോയി. അതേപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഉണ്ട് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ ഒന്നും കൂടി മൂപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. അപ്പുറത്തെ അടപ്പിൽ തന്നെ നെയ്ച്ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ നമ്മുടെ ചോറൊക്കെ പൊതിയണേണ് ഇതിൻ്റെ ഇടയിൽ. ശരിക്കും പറഞ്ഞാൽ 1 മണിയാകുമ്പോൾ ഇത് നമ്മുടെ ഊണും കൊടുക്കണം, അതേപോലെ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റൊക്കെയും കൊടുക്കണം. കറക്റ്റ് 2 സ്ഥലത്തോട്ടും കൊണ്ടുപോയി കൊടുക്കണം. ഞാനൊരാളുണ്ട്, അനീഷ് വന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം അനീഷിനെ കൊണ്ട് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും കൊടുപ്പിക്കാൻ ഞാൻ ഊണും കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ ഇത് ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ തട്ടിപ്പൊത്തി വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഒന്ന് തുറന്ന് ഞാൻ നോക്കി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മുടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടാണ്, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു മീൻ ഇറച്ചിയൊക്കെ കൂട്ടാത്തൊരു നോമ്പ് എടുത്തേക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് നോക്കാൻ പറ്റൂല. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ഇത് എന്താകും, ഇതിൻ്റെ അവസ്ഥ എന്താകും. പക്ഷേ ഞാനെന്ന് വെച്ചാൽ ഉണ്ടാക്കിയാൽ നോമ്പ് പിടിച്ചുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്ന് എനിക്കൊരു ടെൻഷനായിരുന്നു, എന്തായിരിക്കും എന്ന് വെച്ചാൽ വെപ്രാളത്തിലാണ് ഉണ്ടാക്കിയതും പിടിച്ചതൊക്കെ. അപ്പം ഞാനിന്ന് വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. സബിന് അടിപൊളി ഫുഡായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. പക്ഷേ ഇച്ചിരി ഉപ്പ് ചിക്കൻ റോസ്റ്റിന് കൂടിയിട്ടുണ്ടെന്ന് പറയും. പിന്നെ അത് അറിയൂല, കാരണം എന്ന് വെച്ചാൽ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ അറിയൂല. എന്തായാലും അടിപൊളിയായിരുന്നു എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് എന്നിൽ നിന്ന് വന്നേക്കണത്. പോട്ടെ, സമാധാനിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.